ഹലോ. ഇന്ന് ഈവനിങ് ആയപ്പോൾ എന്താ അപ്പോൾ ഒരു സ്നാക്സ് ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, താത്ത നമുക്ക് ഇറച്ചിപ്പെട്ടി ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഇന്ന് ഇറച്ചിപ്പെട്ടി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ അവിടെ ഇറച്ചിപ്പെട്ടിക്ക് എന്താ പറയുകയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 5-6 സവാള ചെറുതാക്കി അരിഞ്ഞത് കേട്ടോ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമുക്ക് സവാള വഴറ്റാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് സവാള ഒക്കെ ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടോ. ഒരു 15 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് കളറായതിന് ശേഷം നമുക്ക് പൊടികളിടാം. ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ചിക്കൻ വിസിലിടാനും വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു, ആവശ്യത്തിന് ഉപ്പ് ഇട്ടു, പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് കുരുമുളക് ഇടാം കേട്ടോ. ഞാൻ കുറച്ച് കുരുമുളക് ഇട്ടു, കാരണം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പത്തിന് നമ്മൾ അപ്പോഴേ വേവിച്ച് വെച്ച ചിക്കൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ടാണ് വേവിക്കാൻ വെച്ചത്. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ച് ചിക്കൻ മസാലപ്പൊടി കമ്മി പോലെ തോന്നി. ഞാൻ കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ടൊന്നും നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ. അപ്പം ഞാൻ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ മയണൈസ് ഉണ്ടാക്കണം. ഞാൻ അതിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മയണൈസ് റെഡിയായി കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് നെക്സ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു 6 ടീസ്പൂണോളം മൈദ, ആവശ്യത്തിന് വെള്ളം കൂട്ടിയിട്ട് നമ്മുടെ കയ്യിലൊട്ടാത്ത വിധം നമ്മളൊന്ന് കുറച്ച് ബൗൾസാക്കി എടുക്കണം കേട്ടോ. ഞാനിത് ബൗൾസാക്കിയിട്ട് ഏകദേശം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. നമ്മുടെ കയ്യിൽ ഒട്ടാൻ പാടില്ല കേട്ടോ. ഒട്ടാത്ത രീതിയിൽ കുറച്ച് പൊടിയാക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം നമുക്കതിൽ ബ്രെഡ് വെച്ചിട്ട് കുറച്ച് മയോണൈസ് ആക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ ചിക്കൻ്റെ മസാല ഉണ്ടാക്കിയത് കുറച്ചിടുക കേട്ടോ. ആവശ്യത്തിന് ഇട്ടതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് മയോണൈസ് ഒഴിച്ചു. അത് എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. എന്നിട്ട് പിന്നെ ഈ ബ്രെഡിൽ പിന്നെ ഞാൻ കുറച്ചും കൂടി മയോണൈസ് ആക്കിയിട്ടാണ് അതിന് മേലെ വെക്കുന്നത് കേട്ടോ. ഞാൻ ഇതിൽ തേക്കുന്നത് ഇപ്പോൾ ഞാൻ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പശ പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ബ്രെഡിനെ കവർ ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് 2 മുട്ട എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് ബ്രെഡ് ക്രംസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഈ മുട്ട ബീറ്റ് ചെയ്തതിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്നും കൂടി മുക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഓരോന്നായിട്ടാട്ടോ ഞാൻ പൊരിച്ചെടുത്തത്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ നടുവൊന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ അപ്പോൾ എല്ലാം നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിതിൽ മയോണൈസ് ഒഴിച്ചായിരുന്നല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റായിട്ടൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഇറച്ചിപ്പെട്ടി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ കാണാം.